എന്നെ കേൾക്കുന്ന 100 ബിസിനസ്സുകാരന്റെ മുമ്പിലുണ്ട്, 100 ഓട്ടോറിക്ഷക്കാരന്റെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. പ്രിയപ്പെട്ട സാധനം വാങ്ങാൻ വന്നവരും വാഹനം ഓടിക്കുന്നവരും ഡ്രൈവേഴ്സും കണ്ടക്ടർമാരും എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങൾ 99.99% ആൾക്കാരും കടത്തിന്റെ നീർത്തുള്ളിൽ മുങ്ങിത്താഴുന്നവരാണ്. എന്തുകൊണ്ട്? കഠിനാധ്വാനം ചെയ്തിട്ടും മറ്റുള്ളവരെ കബളിപ്പിച്ച് 100 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് വിറ്റിട്ട് നിന്റെ കടബാധ്യത ഒഴിയുന്നില്ല. ഓരോ വർഷം കഴിയുമ്പോഴും നിന്നെ അഗാധതയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നീർത്തുള്ളിയില് ഈ ലോകത്തിന്റെ ഈ കടൽത്തിരകൾ കടിയിൽപ്പെട്ട് നിങ്ങൾ കടക്കുകയാണ്. എന്നാൽ ആ കടൽത്തിരകൾക്ക് മുകളിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അവരിങ്ങനെ പറയുന്നു, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഓമനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവി കഴിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്നു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെ തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നീ എന്താണ് ഈ നീർച്ചുഴിയിൽ മുങ്ങിത്താഴേണ്ട. നീ കടലങ്ങൾ കടിയിൽ അടിപ്പെട്ട് നശിച്ചു പോകുകയും വേണ്ട. കർത്താവ് അതിൽ നിന്ന് വീണ്ടെടുപ്പാൻ ശക്തനായിരിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു.